ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മളെ സോളാർ സിസ്റ്റത്തിൽ എത്ര പ്ലാനറ്റ്സ് ഉണ്ട്? 8 പ്ലാനറ്റ്സ് ഉണ്ട്. അതിൽ നമ്മൾ ഏത് പ്ലാനറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്? ആ എർത്തിനെ കുറിച്ചുള്ള പാഠമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. എർത്തിലാണ് ഏറ്റവും കൂടുതൽ, എർത്തിൽ മാത്രമാണ് വെള്ളത്തിൻ്റെ പ്രസൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ വാട്ടർ പ്ലാനറ്റ് എന്നും ബ്ലൂ പ്ലാനറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എർത്തിൻ്റെ 3/4 ഭാഗവും വെള്ളമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിൽ ജീവജാലങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത്. എർത്തിനെ ചുറ്റപ്പെട്ടിട്ട് എയർ ഉണ്ട്. ഇതിന് അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇതാണ് ഹ്യൂമൻ ബീങ്സിനെ, ആനിമൽസിനെ, പ്ലാന്റ്സിനെയൊക്കെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പിന്നെ ഏത് ഷേപ്പിലാണ് നമ്മളെ ഭൂമി? ഏത് ഷേപ്പിലാണുള്ളത്? റൗണ്ടാണ്. പക്ഷെ നമ്മളെ പൂർവികന്മാരില്ലേ, 100 വർഷമൊക്കെ മുമ്പുള്ള ആളുകൾ, അവരെന്താ വിചാരിച്ചത്? എർത്ത് എങ്ങനെയാണെന്നാണ് വിചാരിച്ചത്? എർത്ത് ഭയങ്കര ഫ്ലാറ്റ് ആണെന്നാണ് അവർ വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ദൂരത്തേക്ക് ട്രാവൽ ചെയ്യാൻ പേടിയായിരുന്നു. ഏതോ ഒരറ്റം ഉണ്ട് എന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1519 ഫെർഡിനൻഡ് മെഗല്ലൻ എന്ന ഒരു പോർച്ചുഗീസ് എക്സ്പ്ലോറർ ഒരു ലോങ് ജേണി പോകാൻ വിചാരിച്ചത്. സ്പെയിനിൽ നിന്ന് ലോങ് ജേണി പുറപ്പെട്ട് വെസ്റ്റിലേക്ക് തന്നെ കണ്ടിന്യൂ ആയിട്ട് സെയിം ഡയറക്ഷനിൽ പോയി. എന്നിട്ടൊരു 3 വർഷത്തിന് ശേഷം അയാൾ തിരിച്ച് എവിടുന്നാണോ പുറപ്പെട്ടത് അവിടത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് ചെയ്തത്. അതിലൂടെ അയാൾക്ക് എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? ഭൂമി ഏത് ഷേപ്പിലാണ്? റൗണ്ട് ഷേപ്പാണെന്ന് മനസ്സിലായി. റൗണ്ട് ആകുമ്പോഴാണല്ലോ ഒരു സ്ഥലത്ത് നിന്ന് ചുറ്റി അതേ സ്ഥലത്തേക്ക് തന്നെ എത്തുന്നത്. റൗണ്ട് ഷേപ്പിലാകുമ്പോഴാണല്ലോ. അങ്ങനെ അതിനുശേഷം പിന്നെ നീൽ ആംസ്ട്രോങ് മൂണിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൂണിൽ നിന്ന് ഭൂമിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടുതൽ തെളിവുകളായിരുന്നു. ഭൂമി റൗണ്ട് തന്നെയാണ് എന്ന് കൂടുതൽ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഭൂമിയും ആകാശവും തട്ടുന്ന പോലെ തോന്നൂലേ? ഏറ്റവും മുകളിൽ നിന്ന് നമ്മൾ നോക്കിയാൽ. അതേപോലെ ബീച്ചിലൊക്കെ പോയാൽ ബീച്ചിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ ഈ വെള്ളവും ആകാശവും എവിടെയോ കണക്റ്റ് ആവുന്ന പോലെ, അറ്റത്ത് ദൂരെ ടച്ച് ചെയ്യുന്ന പോലെ തോന്നുന്നില്ലേ? പക്ഷെ അത് ശരിക്കും കണക്റ്റ് ആവുന്നുണ്ടോ? ശരിക്കും കണക്റ്റ് ആവില്ല. ഇങ്ങനെ ഭൂമി